ഇനി മുതൽ പുതിയതായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, പുതിയ ദിവസം കാലത്ത് തന്നെ ഷോപ്പിൽ വന്നപ്പോൾ വിപിനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ഇവൻ്റ് ഉണ്ട്, നമ്മളതിന് പോകാൻ പോകണേ. നേരെ ഉറക്കത്തിൽ നിന്നിട്ട് പോകുന്നതാണ്. മോഡേൺ മെഡിക്കൽ ലാബ് കോളും വെറ്റിനറി ഇടയിൽ. എന്താണ് വിപിനെ പറയാനുള്ളത്? ഞാൻ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാണ്ട് വന്നതായിരുന്നു. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ഒരു സെലിബ്രിറ്റി കാര്യം വരുന്നത്. ഇതിൽ നമുക്ക് വേറെ സെലിബ്രിറ്റിയാണ് സിനിമ തന്നെ DQ അല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും പോയി. ഞാനിതാ നമുക്കൊരു ഇവന്റ് ഉണ്ട് ടെർമിനൽ 3 ഇമിഗ്രേഷൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ധനിലും ഉണ്ട്, അജ്മലും ഉണ്ട്. വൈപ്പ് തിങ് ഇപ്പോൾ വരും. ധനിലിതാ എന്തോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഒരുമാതിരി സൈക്കോ പോലെയാണ്, സോംബി പോലെയാണ് അവന്. കാരണം അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു രൂപമാണത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഞാനേ ആകെ പോയിട്ടിരിക്കുന്നു. എന്ത് അല്ല, ഇവര് രണ്ടുപേരും ഡയറ്റിലാണ്. കണ്ട രണ്ടുപേരും ഇരിക്കണത്, രണ്ടുപേരും ഡയറ്റിലാ. ഇവരെന്തിനാ കൊണ്ടുനടക്കണമെന്നറിയോ? ചില റെസ്റ്റോറൻറ്റുകൾ വിളിച്ചാലേ ഒന്നുമില്ല, പിന്നെ പറയാം. ഞങ്ങളില്ലാത്ത കുറ്റം പറയുന്നു. ഇല്ല, ഇവരാകുമ്പോൾ കറക്റ്റായിട്ട് നന്നായി ഫുഡും കഴിക്കും, നല്ല അഭിപ്രായം പറയും. അവർക്ക് അതാണ് ആവശ്യം. അവരാണെങ്കിൽ എല്ലാ ഫുഡും കൊടുന്ന് വെച്ച് തരും. നമുക്ക് കഴിക്കുന്നതിലൊരു പരിധിയില്ലേ, ഇവരതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി തരും. നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് വരണവരെ നമുക്ക് ഇവരവിടെ ഇരുത്തിയിട്ട് പോവാം. എല്ലാത്തിനും എന്തൊക്കെ ചേർത്തുണ്ടെന്നൊക്കെ അവർ ഗൂഗിൾ നോക്കിയിട്ടാലും പറഞ്ഞിട്ട് സെറ്റാക്കും. മറ്റേ ക്യാമറ വാങ്ങി കൊടുക്കണം എന്നാണ് ഇപ്പൊ പറയണത്. കാലറി ഒന്നും അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മേടിച്ചെടുത്ത് നമുക്കത് ഓൺ ചെയ്ത് നമ്മുടെ ആപ്പിൽ തുറന്നിരിക്കുക, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാലോ. ഒരെണ്ണം റെഫിക്കും കൊടുക്കാം. മറ്റേ ക്യാമറ ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ രസമായിരിക്കില്ല. ഞാൻ അങ്ങനെ നോക്കിയാൽ വരും. അപ്പൊ വണ്ടി ആരും ഓടിക്കും. ഈടായിട്ട് ചെറുതായിട്ട് ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, റെഡിയാവും വിചാരിക്കും. സമയം 11 കഴിഞ്ഞു. 11:10. നിങ്ങളൊക്കെ അണിഞ്ഞൊരുക്കി കൊണ്ടുവരുമ്പോ തന്നെ ഞാനെപ്പോഴും എൻ്റെ ഒരു പണി ഉണ്ടെങ്കിൽ ഞാൻ എല്ലാരും വരട്ടെ, എല്ലാരും കാണട്ടെ, ആഗ്രഹിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എല്ലാരും വിളിക്കും. എന്നിട്ട് പോസ്റ്റ്മാൻ എന്നുള്ള വാർത്ത എനിക്കും, ഞാൻ എല്ലായിടത്തേക്ക് ലേറ്റ് ആയി. അത് എന്തുകൊണ്ടാണ് ഗൈസ്? നിങ്ങൾ തന്നെ ആലോചിക്കും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പല കഥകളും പറയാനുണ്ട്. ചെറുപ്പം, അതായത് പണ്ട് ഞാൻ തൃശ്ശൂർ എന്നെ വന്ന് കാത്തുന്ന 4 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെ ഞാൻ തൃശ്ശൂർ റൗണ്ടിലുള്ള എല്ലാവരായിട്ടും കമ്പനിയായി. അവിടെയുള്ള എല്ലാ പിള്ളേരായിട്ടും ഞാൻ കമ്പനിയായി. ഇവൻ കാരണം ഇവൻ വരില്ല. ബാക്കിയുള്ളവർ അവിടെ ഇങ്ങനെ ഞാൻ നിൽക്കണ കണ്ടിട്ട് എന്ത് ചേട്ടാ അവിടെ നിൽക്കണെന്ന് വെച്ചിട്ടെങ്കിലും വന്ന് കമ്പനി ആവും. അങ്ങനെ എനിക്ക് കുറെ കൂട്ടുകാരെ കിട്ടി തൃശ്ശൂർ റൗണ്ടിൽ. ഇവിടേക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരിക. 3 ദിവസം വരെ നീ നിക്കണെങ്കിൽ നീ അത്രയും മണ്ടനായിരിക്കണം. അങ്ങനെയല്ല, 3 ദിവസം കഴിഞ്ഞിട്ടാവും പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വരികയാണ്. നീ അവിടെ നിർത്തിട്ട് പോവാന്നല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് 8 മണിക്ക് വരാന്ന് പറഞ്ഞാണ് ഗൈസ്. ഇനി ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നു. 8 മണിയാകുമ്പോ എണീറ്റിരിക്കണതാ. കാരണം എന്നറിയോ, ഞാൻ 8 മണി എന്ന് പറഞ്ഞാലേ അപ്പോഴൊക്കെ എണീറ്റിരിക്കില്ല. ഇപ്പൊ പോണത് 11:10. 3 മണിക്കൂറും 10 മിനിറ്റും പോസ്റ്റ്. അല്ലെങ്കിൽ എണീക്കില്ല, താഴെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടല്ല. ഞാൻ കണ്ടു കുറെ നേരമായിട്ട്. ഓക്കെ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഒളിച്ചെന്നത്. നമ്മളിത് എയർപോർട്ടിലെത്തി ഡിപ്പാർച്ചറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എൻ്റെ ഫോൺ ബ്ലറുമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതെന്താ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്താണ് ദുബായ്, വാട്ട് ക്യാൻ. ഇപ്പോൾ അസീസ് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെയാണ് എക്സാക്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പോ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാല്ലേ. മുദീർ എന്താണ് പറയാനുള്ളത്? ഇംഗ്ലീഷ്
സംഭവം എന്താ പറയുക, Sorry, അറബി സംസാരിക്കാൻ പേടിയാ, അതുകൊണ്ട് അങ്ങോട്ട് നടന്നു. ഇവൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അത് എന്താന്ന് നോക്കി നോക്കാം. ശരിക്ക് എന്താന്ന് കറക്റ്റായിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ചെയ്യാൻ തരാം. കാരണം ദുബായിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ എല്ലാ ആളുകളെയും ഇൻവെസ്റ്റേഴ്സിനെയും ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു വലിയ രാജ്യമാണ്. അപ്പം ഇവിടെ നല്ല പെരുമാറ്റമുള്ള ആളുകൾക്കുള്ള അംഗീകാരം കൊടുക്കുന്നത് ദുബായ് GDRFിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിക്കൊണ്ട് വലിയൊരു സക്സസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്ലഡ്ജ് എടുക്കുകയും ഇതിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിലും മറ്റൊക്കെ വലിയൊരു സാന്നിധ്യത്തിലൂടെ സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിലേക്കിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് അവിടെയുള്ള പൗരന്മാരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല പെരുമാറുന്ന ആളുകളെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് GDRF നടന്ന ഒരു വലിയൊരു ഒരു റവല്യൂഷണറി ഒരു മൂവ്മെൻ്റ് ആണ്. GDRF എന്ന് പറഞ്ഞാൽ എന്താണ് കൂടി പറഞ്ഞത്? ഗവൺമെന്റ് ഡയറക്ടർ എഴുതിയിട്ടില്ല. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി. അതെ, ഐഡന്റിറ്റി നമ്മുടെ എമിറേറ്റ്സ് ഐഡിയയിലൊക്കെ ആൻഡ് ഫോറിൻ അഫയേഴ്സ്. ദുബായ് ജനറൽ ഡയറക്ടർ കട്ട് എടുത്ത് ഇത് പോലീസ് വന്ന് എടുത്താൽ മതി. ഒരു മിനിറ്റ്, നീ ഫോൺ വെച്ച് പോയിട്ട് തിരിച്ചു വന്നിട്ട് GDRF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് കിട്ടുള്ളൂ. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ്, റെസിഡൻസി ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ്. GDR അല്ലേ? ആറിനെന്താ റെസിഡൻസി? അതായത് ഇവൻ പറഞ്ഞില്ല. ഫെഡറൽ അതോറിറ്റി. അതാണെങ്കിൽ ഒരു GDRF അതെ അതെ അതെ. ഡയറക്ടർ എന്ന് വെച്ചാൽ ആരാ? നീ എയർപോർട്ട് വരുമ്പോൾ നിന്നെ പിടിച്ചില്ലേ? ഡയറക്ടർ ഇസ് മൈ ഫ്രണ്ട് തന്നെ. എമിറേറ്റ്സ് ഐഡിയിലേക്ക് സൈൻ ഉള്ളത് അയാളുടെ ഫോട്ടോന്റെ താഴെ അയാളുടെ സൈൻ ഇട്ടു. ഈ സൈനിന്റെ മുതലല്ലേ അതൊന്നും. പ്ലീസ്. Bismillah. We are for this initiative. We are for the next year, second year now, at Dubai Airport. We would like everyone in United Arab Emirates and the city of Dubai, whom they are living, visitors, tourists, residents, Emiratis, they should be close to us. Close to us means they should participate with us, to share with us their knowledge, their information, their ideas. We would like to learn. We would like to serve our best quality of services for our clients, whom they are all of you. We need the people to be more close to us. We need the people to ask what we missed, look like last year. What do they need from now? What is something we may have done something, we forgot something, or we made a mistake, or whatever it is. We need someone to correct us, to share with us, to be close to us. We would like everybody, as Dubai, a city, and United Arab Emirates as a state, caring of everyone living here. Also, we need the people whom they are living in this country to be taken care also back here of this country, of this city. Anything, they have any information, they have any ideas, they have any suggestions, whatever there. We don't need only to take, we need also to share. We need to repay this country with any information they feel that it could be wrong. It could be, they may feel it's wrong, but it is not. But at least let the message let us to receive these messages. We need to be close to each other. Others, we are living together. We are one team. We should feel that feeling. And I am willing from anyone
anyone. My email is in our website. Can send me an email anytime for anything, suggestion, complaint, idea, whatever it is coming in your an information, anything coming in your mind. I welcome everyone, any one of you to send me, and I am giving you a reply less than 3 days. Inshallah. Shukran. അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടത് ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക്. ഹലോ, മബ്രൂക്ക്. ഇതാ കുട്ടി പുതിയ വണ്ടി എടുത്തിരിക്കുന്നു. നമ്മളിതാ ഡ്രൈവിന് പോകാൻ പോവുകയാണ്. കമോൺ, കേറൂ. മറ്റേ വണ്ടി തന്നെ പോയി. എന്താണ് പുതിയ വണ്ടി ഓടിച്ച് ഡിഫൻഡർ ഓടിക്കുമ്പോഴുള്ള ഫീൽ എന്താണ്? സ്വന്തമായി ഈ 26-26 വയസ്സിൽ നമ്മൾ അധ്വാനിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയിൽ കയറിയിരുന്ന് ഇങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ക്ലാരിറ്റി കൂടുതലാണല്ലോ. അത് 16 Pro. അപ്പോൾ സെറീന, എങ്ങനെയുണ്ട് പുതിയ വണ്ടി? ഇതാ എടുത്ത് വന്നേ ഉള്ളൂ, ഇതാ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ 26 വയസ്സിൽ, നിന്റെ 26 വയസ്സിൽ നീ അച്ചീവ് ചെയ്ത നിന്റെ സ്വപ്നത്തിലുള്ള ഒരു ഗോള്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ നീ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഭയങ്കര ഇപ്പോഴും ഞാനിപ്പോ അജയനോട് പറയായിരുന്നു, വിറയല് മാറിയിട്ടില്ല. ഇത് റിയാലിറ്റി ആണോ? അതെ, പിന്നെ അല്ല പിന്നെ. അപ്പം ഡ്രീം ചെയ്തോണ്ടേ ഇരിക്കുക, മാനിഫെസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കുക, വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുക. എല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരും. അതെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നടക്കുക. അജുവിന്റെ കുറെ സർപ്രൈസസ് വരുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതെന്റെ പടത്തിനെ കുറിച്ചാണ് പറയുന്നത്. പടം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വെയിറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഇവോ? പിക്കപ്പായി വരുന്നു. ഇത് ഓണാണോ അതിന്? ഇതിപ്പോ എടുത്താ അപ്പൊ നമ്മൾ ഈ കട തുടങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ഇന്റീരിയർ ചെയ്തത്. പക്ഷെ നമ്മളെല്ലാവരും വിഷമം എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാവരും സുഹൃത്തായി ധനിലൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വേണ്ടി ചെച്ചു ഇവിടെ. അതിന്റെ റീസൺ പറയോ? വല വല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, വല എന്ന് പറഞ്ഞാൽ അറിയില്ല. വല യുഎസിന് അറിയാലോ വല എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ചെയ്തതിന്റെ വല എന്താ? ക്രിറ്റിസിസം അല്ല, നിങ്ങൾ എന്നോട് ഇടാൻ പറഞ്ഞൊരു ഡ്രസ്സാണല്ലോ. എന്താണ് കാര്യം? എന്താണ് സംസാരിക്കണേ? ധനില് തയ്ച്ചു കൊടുത്തരാ. അവൻ രാത്രി ആകുമ്പോ ഇങ്ങനെയാന്ന് പറഞ്ഞു.
ഓനൊക്കെ നല്ല ബഹുമാനം, അതുകൊണ്ട് കൂടി പോകും. കോട്ടൊക്കെ ഇട്ടപ്പോ ഒരു ബഹുമാനുണ്ട്. എന്താണ് ആകെ ഉറങ്ങിയ പോലെ അത് രാത്രി ഉറങ്ങില്ല? ഓക്കെ അല്ലേ? എന്തൊരു നാണം പെട്ടെന്ന്. Denim shirts exclusive at Evo Fashions. Unisex ആണ്. പറ. യൂണിസെക്സ് ആണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഗൈസ് വന്നോണ്ട് കിടക്കരുത്. അത് എവിടെ പോണ്? ചായ കുടിക്കാൻ മലബാർ കഫേ. വേറെ എവിടെ? എന്താ ചെയ്യാ? കരാമയിൽ ഇറങ്ങിയാല് ചായക്ക് സ്ഥലം, ഡ്രസ്സിന് സ്ഥലം. അതാരോട് വിളിച്ചത്? അതെ, എന്റെ പഴയ ഹീറോ. ഇവന് ഞാൻ കാണുമ്പോ 21 വയസ്സാ. ഇപ്പൊ ഇവന് 28 വയസ്സായി. എനിക്കപ്പോ പറയട്ടുണ്ടാകും. എടാ നീ ചായൻ്റെ എങ്ങനെ കാണിക്കല്ലേ? ഇവിടുത്തെ ആശിക്കനെ കാണിക്കും. ആശിക്കാണ് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് ബാ. മുഖം തുടച്ചിട്ട് ആശിക്ക് വരുള്ളൂ. ആശിക്ക് ഇവിടുത്തെ ടോപ്പ് ചായ ആശിക്കൻ്റെ. ഞാൻ ഇപ്പോഴും ഇവിടുന്ന് ചാടിക്കാറുണ്ട് ആശിക്കൻ്റെ ചായ. ഫുഡൊക്കെ അടിപൊളിയാണ്, എന്നാലും ചായ അത് ആശിക്കാൻ. ആശിക്ക കറക്റ്റ് നല്ല ചായ ഇറങ്ങേ. करामा का दाऊद इब्राहिम. ये हमारा भाई है. ये भाई ये क्या बोलते हैं? നമ്മുടെ കൂടെ നടന്ന് മലയാളം പഠിച്ചു. 2 വർഷം മലയാളത്തിൽ കുറച്ച് അറിയാം. എവിടെ വന്ന് പപ്പന്റെ വില്ലൻ. അപ്പൊ ഗൈസ് നമ്മളിതാ ഷാർജയിലേക്ക് ഇറങ്ങാൻ കണ്ട സമയമാണത്. ആകെ പെട്ടു. എടാ ഷോപ്പ് പേര് നോക്കിയാ മടി. നമ്മളെ ഷോപ്പ് എത്തിയേ ഖത്തറിലുണ്ട്. കാറില്ലാന്നുണ്ടെങ്കിൽ രസെന്താലേക്കണ അവിടെ പണിയിട്ടാനാ? മടിയില്ലാത്ത ആളല്ലേ ഞാൻ. തെറ്റിച്ചതും പോരാ. ഗൈസ് നമ്മള് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. ഇരുന്നിരുന്നിരുന്ന് ഭാഗ്യത്തിന് നമ്മള് അറ്റ് ലാസ്റ്റ് ഇവിടെ എത്തി. സംഭവം എന്ന് വെച്ചാൽ എത്ര നേരം ഉണ്ടാവും? ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. നമ്മള് ദുബായിന്ന് ഇറങ്ങുമ്പോ രാവിലെ ആയിരുന്നു, ഷാർജ എത്തുമ്പോ രാത്രി. ഇതെല്ലാം തുറന്നു വെച്ചതാ വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട്. ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനാണ് നമുക്ക് ഇത്രയും നേരം കണ്ട. ഇനിയും വീട്ടിലേക്ക് എത്താൻ പോണ ആൾക്കാർ ഇപ്പോഴും ട്രാഫിക് ആയിട്ടുണ്ട്. ഷാർജ അവരിപ്പോ പോയി ഉറങ്ങി. ഇനി കാലത്ത് 5 മണിക്ക് എണീക്കണം. കാരണം പുലർച്ചെ ഇതേപോലത്തെ ട്രാഫിക് അല്ലേ? ഇനി ഞാൻ ചെയ്യണം 10 മണിക്ക് ഇറങ്ങാം, 12 മണിക്ക് തിരിച്ചു പോവാം. സോ ഗൈസ് നമ്മളിതാ ഷാർജയിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് മാർക്കറ്റിലെത്തി. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ എല്ലാം കിട്ടും. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് നമ്മൾ. 10 രൂപ 10 ആദായ വിൽപ്പന. അങ്ങനെയല്ല, സഹായ വിൽപ്പന. സഹായ എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ചർച്ച അതിൽ ഓട്ടോ ടിക്കറ്റ് ആയില്ലേ? അതുപോലെ അതായത് ഇത്ര വലിയ ചെക്കിനും 14 സ്ലോണ്ടല്ലോ റുപ്യല്ലടാ. AD
ഏറ്റവും നല്ല കിട്ടാ അടുത്തിട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നില്ല. റെക്കോർഡിംഗ് ലിബബു ഗ്ലാസസ് ജസ്റ്റ് 5 dirhams. Recording? Ini 19 dirhams dulu. Food storage basket 19 dirhams. Ini 19 dirhams. Fruit basket 19 dirhams. Oke, kita tinggal orang lain. സ്റ്റാർട്ട്. ഇല്ല, ഇതിന് 11 ഉള്ളൂ. 9 രൂപ കൂട്ടി പറഞ്ഞു. അൽക്കോയാസ് 11.99. എന്ത് പറഞ്ഞ്? അൽക്കോയ അൽക്കോയ അത്ര. സലാം അലൈക്കും. ഇഹ്റാമിന്റെ ഡ്രസ്. കഴിഞ്ഞോട്ടോ മറ്റോടത്ത് ഞാൻ 9.99. അത് വെച്ച് പറയും. അറബികളുടെ അതുമല്ല ഈ സാധനം ഈ സാധനം 19. എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ റേറ്റ് സാധനങ്ങളൊക്കെ? ഇതിന് എന്താണ് പറയാനുള്ളത്? ചെറിയ പ്രൈസ്. യെസ് ഗൈസ്, അപ്പോൾ ഗിഫ്റ്റ് മാർക്കറ്റിൽ വരാം എല്ലാം. യെസ് ഗൈസ്, അപ്പോൾ ഗിഫ്റ്റ് മാർക്കറ്റിൽ വരാം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.